ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് വർഷയെ പിണക്കമൊക്കെ മാറ്റി തിരികെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നതും കണ്ടുകൊടുത്തിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ചന്ദ്രമതി നേരത്തെ തന്നെ ശ്രീകാന്തിനോട് കടുപ്പിച്ച് പറഞ്ഞതാണ്, അവളെ വിളിക്കാൻ നീ അങ്ങോട്ടേക്ക് പോകുന്നും വേണ്ട, അവളായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതല്ലേ, അപ്പൊ പിന്നെ അവളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ എന്ന്. പക്ഷേ ശ്രീകാന്ത് അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇത് കണ്ട് ചന്ദ്രമതി വല്ലാതെ അങ്ങ് ചൊറിച്ചിലോട് കൂടെ ദേഷ്യത്തോടു കൂടെ തന്നെ അവൾ വർഷയ്ക്കെതിരെ ഓരോന്നങ്ങ് പറയാൻ തുടങ്ങി. വർഷയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അവൾ അപ്പൊ തന്നെ നല്ല തിരിച്ചങ്ങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അത് തീർത്തു തരുമായിരുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ വർഷയുടെ മറുപടി കേൾക്കണമായിരുന്നു. അത് കേൾക്കാൻ ആന്റി ആരാ, സുപ്രീം കോടതിയിലെ ജഡ്ജിയാണോ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഇത് കേട്ടതും ചന്ദ്രമതിക്ക് കലിപ്പ് കയറിയിട്ട് നേരെ വർഷയെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണേ. ആ വീട്ടിൽ ഇതുവരെ ഒരു മരുമക്കളും ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. സച്ചിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷായി. സച്ചി ഇങ്ങനെ കൈകൊട്ടി ചിരിച്ച് ചന്ദ്രമതിയെ ശരിക്കും അങ്ങ് കളിയാക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിനോട് വഴക്കിട്ടൊന്നും പോയതല്ല, അവൻ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ആ ദേഷ്യത്തിന് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാ, അല്ലാതെ അവിടെ കൂടാൻ വേണ്ടി പോയതൊന്നുമല്ല എന്നൊക്കെ പറയും. എന്നാൽ ഇടയിൽ കയറിക്കൊണ്ട് തന്നെ ശ്രുതി എന്തോ പറയാൻ നോക്കി. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുറിയിൽ അങ്ങ് തീർക്കണം. ഞാനും ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് തല്ലി പിടിക്കാറുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാറൊന്നും പോവാറില്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ സച്ചിക്ക് അങ്ങ് ചിരി വന്നു. സച്ചി പറയുന്നുണ്ട്, അതിന് പാർലലേട്ടത്തിയുടെ അച്ഛൻ മലേഷ്യയിലല്ലേ, പോരാത്തതിന് പുള്ളി ഇപ്പോൾ ജയിലിലുമാണ്. ഇനി പാർലലേട്ടത്തേക്ക് ഇവിടെ നിന്ന് പിണങ്ങിപ്പോവണമെങ്കിൽ മലേഷ്യയിലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ സച്ചി ഇങ്ങനെ കളിയാക്കി ചിരിക്കാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്കന്ന് ദേഷ്യം സഹിക്കാനായില്ല. അങ്കിളെ, എൻ്റെ അച്ഛനെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും മിണ്ടിപ്പോവരുതെന്ന് ഇവനോട് പറ എന്ന് അവൾ രവീന്ദ്രനോട് പരാതി പറഞ്ഞു. രവീന്ദ്രൻ സച്ചി ഒന്ന് ശകാരിച്ചിട്ട് വർഷയെ അടുത്തേക്ക് വിളിച്ച് പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് രവീന്ദ്രൻ വർഷയെ സമാധാനിപ്പിക്കും. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതിന്റെ കാരണമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അത് ശരിയല്ല. പക്ഷേ എന്ത് പ്രശ്നമുണ്ടായാലും മോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സ്വന്തം വീട്ടിലേക്ക് നിൽക്കുമ്പോൾ അവർ നമ്മളെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും? മോൾ ഇവിടെ സമാധാനമായിട്ടാണ് കഴിയുന്നത് എന്ന കാര്യം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്. നീ ഇങ്ങനെ ഇറങ്ങിപ്പോയി നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നാണക്കേടാവില്ലേ എന്ന് ചോദിക്കാണ് രവീന്ദ്രൻ. അപ്പോഴാണ് വർഷ പറയുന്നത്, അങ്കിളെ, ഞാൻ എവിടെ പോയിട്ട് ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വഴക്കിട്ടിട്ടാണ് വന്നതെന്ന് മമ്മിയോടോ ഡാഡിയോടോ ആരോട് പോലും സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇത് എൻ്റെ കൂടെ ഫാമിലിയല്ലേ, ഇത് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കുമോ എന്ന് വർഷ ചോദിച്ചപ്പോൾ രവീന്ദ്രന് ശരിക്കും നല്ല സമാധാനമായി. പക്ഷേ ചന്ദ്രമതിയുടെ ദേഷ്യം മാത്രം അങ്ങ് കുറയുന്നില്ല. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ തോന്നാതിരുന്ന ബോധോദയം ഇപ്പൊ എങ്ങനെ പെട്ടെന്നുണ്ടായി എന്ന് ചന്ദ്രമതി പരിഹസിച്ച് ചോദിക്കാണ്. അന്നേരം വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്ത് അവിടെ വന്ന് കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതാണ്. എല്ലാവരും ശ്രീകാന്തിനെ വല്ലാത്തൊരു നോട്ടം അങ്ങ് നോക്കി. അന്നേരം ശ്രീകാന്ത് ഇന്ന് ആകെ പതറിപ്പോവാണ്. ഞാൻ എപ്പോഴാ കാരണത്, വെറും ഒരു സോറി മാത്രമല്ലേ ചോദിച്ചത് എന്ന് അവൻ അങ്ങ് തിരുത്തി. പക്ഷേ വർഷ വിട്ടുകൊടുത്തില്ല. ആന്റി, ഇത് സാധാരണ ഒരു സോറി പോലെയൊന്നും അല്ലായിരുന്നു, ദേ എൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഡയമണ്ട് റിംഗ് ചന്ദ്രമതിയെ കാണിച്ചു കൊടുത്തു. ചന്ദ്രമതി അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു തന്നെ നോക്കുകയാണ്. ശ്രുതിയും ബാക്കിയുള്ളവരെല്ലാവരും അത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. നോക്കിക്കേ ശ്രുതി, ഡയമണ്ട് റിംഗ് എന്ന് ചന്ദ്രമതി ചോദിച്ചു. ഇത് നിന്റെ വീട്ടിൽ നിന്നും മേടിച്ചതാണോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ വർഷ പറയുന്നത്, ഏയ്, ഇതെനിക്ക് ശ്രീകാന്ത് വാങ്ങിച്ചു തന്നതാണ്. അവൻ എന്നെ ഡയമണ്ട് മോതിരം കാണിച്ച് വശീകരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയും. ശ്രീകാന്ത് അന്നേരം എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാറിയതുപോലെ നിൽക്കണേ. ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി തന്നെ അവനെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നുണ്ട്. താൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഡയമണ്ട് റിംഗ് വാങ്ങിച്ചു കൊണ്ട് തന്നെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തുവന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്രക്ക് ദേഷ്യം വരും. സച്ചി വീണ്ടും ഇടപെട്ടു, എടാ ശ്രീകാന്തേ, നിനക്ക് വേറെ പണിയില്ലേ? ഞാൻ വല്ല വഴിക്കും പോയി കഴിഞ്ഞാൽ 1 കിലോ അലുവയോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോ നീ ഒരു ഡയമണ്ട് റിംഗ് വാങ്ങിച്ചു കൊടുത്തപ്പോ അതിപ്പോ ഒരു കീഴ്വഴക്കമായി പോവില്ലേ എന്ന് സച്ചി ചോദിക്കും. രേവതി അന്നേരം പറഞ്ഞു, എന്റെ സച്ചിയേട്ടാ, ഞാൻ ഒരിക്കലും നിങ്ങളോട് ഡയമണ്ട് ഒന്നും ചോദിക്കില്ല, അത് പോരെ എന്ന് പറയും. ശ്രുതിയും സുധിയും തമ്മിൽ ഇങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാവാറില്ലല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ സ്വയം മനസ്സിൽ സമാധാനിക്കാൻ നോക്കി. പക്ഷേ വർഷം മോതിരൻ രവീന്ദ്രനൊക്കെ കാണിച്ചു കൊടുത്തു. കൊള്ളാവോ അങ്കിളെ എന്ന് ചോദിക്കാനേ. നിങ്ങൾ ഇപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയെന്ന് രവീന്ദ്രൻ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. എനിക്ക് നല്ല പനിയുണ്ട്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ബാഗും എടുക്കാൻ ശ്രീകാന്തിനോട് വർഷ ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് അങ്ങനെ ആ ഒരു ബാഗുമായി മുറിയിലേക്ക് പോവാൻ നോക്കിയപ്പോൾ ചന്ദ്രമതി അവനെ വിളിക്കുന്നുണ്ട്. എടാ ശ്രീകാന്തേ, നീ ഒന്നിങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് അവനെ മുറിയിലേക്ക് വലിച്ചോട്ട് പോയി. അങ്ങനെ മുറിയിലേക്ക് എത്തിയതോട് കൂടി ചന്ദ്രമതി ആണെങ്കിൽ കട്ടക്കലിപ്പിലായിരിക്കും. നിനക്ക് എന്താടാ ബുദ്ധിയില്ലേ?
അവൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ നിന്നോട് ഞാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞതല്ലേ. ഇതിപ്പോ നീ അവൾക്ക് ഡയമണ്ട് റിംഗും വാങ്ങിച്ചു കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ആക്രോശിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡയമണ്ട് റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ നിന്നോട് തല്ലി പിടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ചന്ദ്രമതി ഓർമ്മിപ്പിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ, ഹോട്ടലിൽ വലിയൊരു ഓർഡർ വന്നപ്പോൾ ഓണർ കുറച്ച് കാശ് തന്നു, അത് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ കാശ് കിട്ടിയെങ്കിൽ ഒന്നുകിൽ നീ നിന്റെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ തരണം. നീ എന്തിനാ അവൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിച്ച് ചന്ദ്രമതി വീണ്ടും ദേഷ്യപ്പെട്ടു. വർഷ ആകെ മൂഡൌട്ടായിരിക്കുകയായിരുന്നു. അവളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം കൂടി. നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയ അവൾ നിന്റെ തലയിലങ്ങ് കയറിയിരിക്കും. ഞാൻ വിലക്കിയിട്ടും നീ എന്തിനാ പോയതെന്ന് ചന്ദ്ര വീണ്ടും ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ആ ഒരു സത്യം പറഞ്ഞു. അമ്മ വിളിച്ചതിന് ശേഷം ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് രേവതി ചേച്ചി എന്നെ വിളിച്ചത്. എന്ത്, രേവതിയോ? അവൾ എന്തിനാടാ നിന്നെ വിളിച്ചത് എന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തന്നെ രേവതി ചേച്ചി എന്നെ ഒരുപാട് ഉപദേശിച്ചു അമ്മേ. ഇങ്ങനെയൊക്കെ വഴക്കിട്ട് നിൽക്കുന്നത് ശരിയല്ല, പോയി വർഷയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അവളും വർഷയും തമ്മിൽ ശത്രുതയല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കണേ. പക്ഷേ എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്നാണ് ശ്രീകാന്ത് മറുപടി കൊടുക്കുന്നത്. അപ്പോ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? ആ പൂക്കെട്ട് നമ്മൾ പറഞ്ഞതൊക്കെ നീ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി. അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ശ്രീകാന്തിന് അറിയാമായിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ രേവതിയാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ ഉള്ളിലെ അഗ്നിപർവ്വതം അങ്ങ് പൊട്ടിത്തെറിച്ചു. അവൾ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി രേവതി, നീ ആരാണ്? നീ ഈ വീട്ടിലെ മഹാറാണിയാണെന്ന് നീ വിചാരിച്ചു വെച്ചോ എന്ന് ചന്ദ്രമതി ആക്രോശിക്കണേ. ഞാൻ എന്തിനാമ്മേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്ന് പാവം പോലെ രേവതി ചോദിച്ചു. പിന്നെ നീ എന്തിനാണ് ഈ ശ്രീകാന്തിനെ വിളിച്ച് അവളുടെ അടുത്തേക്ക് പോവാൻ പറഞ്ഞത് എന്ന് ചന്ദ്രമതി ചോദിച്ചങ്ങ് തുള്ളിക്കളിക്കാട്. കാര്യങ്ങൾ വഷളായതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് രേവതി പറഞ്ഞിട്ടും ചന്ദ്രമതിക്ക് സമാധാനമായില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് നീ അവന്റെ അന്തസ് കളഞ്ഞു എന്ന് പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും രേവതിയെ ദേഷ്യപ്പെടാണ്. രേവതിക്ക് ഒരു സംശയം. ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നതിന് എന്തിനാ അമ്മയെ നാണക്കേട്? വർഷ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ എന്ന് രേവതി തിരിച്ചു ചോദിച്ചു. അത് ഞാൻ തീരുമാനിക്കുമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ അമ്മ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് രേവതിയും വിട്ടുകൊടുത്തില്ല. എടി, നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട് എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ താൻ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് രേവതി ഉറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതി വീണ്ടും പൊട്ടിത്തെറിക്കാൻ നോക്കുമ്പോഴാണ് രവീന്ദ്രനും സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രേ, നീ എന്തിനെങ്ങനെ കടന്നു തുള്ളുന്നത്? രേവതി ചെയ്തത് നല്ല കാര്യമല്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. ഒരു ദമ്പതികളുടെ പ്രശ്നം തീർത്ത അവളെ നീ എന്തിനെങ്ങനെ കുറ്റം പറയുന്നത്? സച്ചിയും അവളെ സപ്പോർട്ട് ചെയ്യാണ്. അമ്മക്ക് എന്തിനും ഏതിനും രേവതിയെ കുറ്റം പറയാനല്ലേ ശീലം. രേവതി, നീ ഒന്നും സാരമാക്കണ്ട എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോയി. രവീന്ദ്രൻ ചന്ദ്രമതിയെ നന്നായിട്ടങ്ങ് ഉപദേശിച്ചു. ഒരമ്മ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ രേവതി ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ വഴക്കുണ്ടാക്കാതെ സ്നേഹമുണ്ടാവാൻ നോക്ക്, കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് രവീന്ദ്രനും പോവാണ്. അന്നേരം ചന്ദ്രമതിക്കങ്ങ് വല്ലാതായി. പിന്നീട് അങ്ങനെ രാത്രിയായപ്പോൾ ശ്രുതിക്ക് സച്ചിയുടെ ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണമെന്നൊരു ചിന്തയേ ഉള്ളൂ. സച്ചി ഫോണും മുറുകെ പിടിച്ചിങ്ങനെ ഇരിക്കായിരിക്കും. ഇന്ന് എങ്ങനെയെങ്കിലും ആ ഫോണ് താൻ എടുക്കുമെന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. കയ്യിലുള്ള ഉറക്ക ഗുളിക സച്ചി കുടിക്കുന്ന പാലിൽ കലർത്താൻ തന്നെ അവൾ പ്ലാനിട്ടു. അടുക്കളയിൽ രേവതി പാല് ചൂടാക്കുമ്പോൾ ശ്രുതി ചെന്ന് ടെറസിൽ ഉണക്കാനിട്ട തുണി മഴ നനയുമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ആ ഗ്യാപ്പിൽ അവൾ ആ ഒരു പാലെല്ലാം തന്നെ മരുന്നിൽ കലർത്തി. രേവതി തിരിച്ചു വന്നതുകൊണ്ട് തന്നെ തുണിയൊന്നുമില്ലല്ലോ എന്ന് ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി ഒന്ന് ഉരുണ്ട് കളിക്കാണ്. അങ്ങനെ മുറിയിലേക്ക് പോയി. രേവതി ആ ഒരു പാലുമായി സച്ചിയുടെ അടുത്തേക്ക് എത്തി. സച്ചിക്ക് പാല് കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ശ്രുതി ആ ഒരു ഉറക്ക ഗുളിക കലക്കി ആ ഒരു പൊടി മിക്സ് ചെയ്ത പാൽ ഏതായാലും രേവതി നിർബന്ധിച്ചുകൊണ്ട് തന്നെ സച്ചിയെ കൊണ്ട് കുടിപ്പിച്ചു. സച്ചി ആ പാല് പകുതി കുടിച്ചതിനു ശേഷം രേവതിക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു പാല് കുടിച്ചു കിടക്കുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു പാല് കുടിച്ചങ്ങ് കിടക്കുന്നത് കണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. സച്ചി രേവതിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് കേട്ട് സച്ചി നല്ല ഉറക്കത്തിലായി. മരുന്നിന്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ രേവതിയും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതെ, ഇതാണ് കറക്റ്റ് സമയമെന്ന് കരുതി ശ്രുതി പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ അപ്പോഴേക്കും ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് വരികയാണ്. ചായ ഉണ്ടാക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയെ ഒഴിവാക്കി. ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ ശ്രുതി വീണ്ടും സച്ചിയുടെ അരികിലേക്ക് എത്തി ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈനീട്ടിരിക്കുമായിരിക്കും. സച്ചിയുടെ ഫോണിലേക്ക് നീളുന്ന ശ്രുതിയുടെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കനത്ത നിശബ്ദത. പാലിന്റെ കൂടെ അകത്ത് ചെന്ന ഉറക്ക ഗുളികയുടെ ലഹരിയിൽ സച്ചിയും രേവതിയും നല്ല ഉറക്കത്തിലായി. ശ്വാസം അടക്കിപ്പിടിച്ച് ശ്രുതി സച്ചിയുടെ തലയിണക്കിടയിൽ ഇരുന്ന ആ ഒരു ഫോൺ പതുക്കെ അങ്ങ് വലിച്ചെടുത്തു. പെട്ടെന്ന് ഫോണിന്റെ സ്ക്രീൻ തെളിഞ്ഞതോടുകൂടി തന്നെ അവൾ അങ്ങ് പേടിച്ചു പോയി. സച്ചിയുടെ ഫോട്ടോ തന്നെയാണ് വാൾപേപ്പർ. ആ മുഖത്തെ ഗൗരവം കണ്ടുകൊടുത്തിന് സച്ചി ഇനിയെങ്ങാനും എഴുന്നേറ്റോ എന്ന് പേടിച്ചു കൊടുത്തിന് അവളൊന്ന് പിന്നോട്ട് മാറി. പക്ഷേ സച്ചി വീണ്ടും നല്ല കൂർക്കമലയിൽ നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും. സച്ചിയുടെ ഫോണിലെ ഗാലറി പരതുന്നതിന് ശ്രുതിയുടെ കണ്ണുകൾ വിടർന്നു.
അവൾ തിരഞ്ഞു നടന്ന അതേ ആ ഒരു തെളിവുകൾ, ആ വീഡിയോസ് എല്ലാം തന്നെ, ശരത്തിന്റെ ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ അത് ഫോണിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ വീഡിയോ തെളിവുകളെല്ലാം തന്നെ തന്റെ ഫോണിലേക്ക് പകർത്താൻ നോക്കുന്ന സമയത്തായിരിക്കൂട്ടോ പെട്ടെന്ന് ആ ഫോണിലുള്ള ശരത്തിന്റെ വീഡിയോസും ആ തെളിവുകളെല്ലാം തന്നെ ശ്രുതി തന്റെ ഫോണിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും വാതിലിൽ ഒരു നിഴലനക്കം കണ്ടത്. ഭയന്നു പോയ ശ്രുതി നോക്കുമ്പോൾ അത് ചന്ദ്രമതിയായിരുന്നു. ചന്ദ്രമതി കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത്, എടി നീ എന്താടി ഇവിടെ, നിനക്ക് എന്താ ഈ പാതിരാത്രി ഇവിടെ പണിയെന്ന് ചോദിക്കും. ചന്ദ്രമതിയുടെ ചോദ്യം കേട്ട് ശ്രുതിയുടെ ഉള്ളൊന്ന് കാളി. അതാൻറ്റി, സച്ചിയുടെ ഫോൺ അടിക്കണ്ടോ എന്ന് ഞാൻ നോക്കിയതാണെന്ന് പറഞ്ഞ് ശ്രുതി ആകെ പതറിപ്പോവാണ്. ചന്ദ്രമതി സംശയത്തോടെ അവളെ നോക്കിയെങ്കിലും സച്ചിയുടെയും രേവതിയുടെയും തളർന്നുള്ള ആ ഒരു കിടപ്പ് കണ്ട് ചന്ദ്രമതി പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം മുഖത്ത് തട്ടിയപ്പോഴാണ് രേവതി ഉണർന്നത്. തലക്ക് നല്ല ഭാരം. സച്ചിയെ വിളർച്ചുണർത്തിയപ്പോൾ സച്ചിയും ആകെ വശക്കേടിലാണ്. എന്താ രേവതി, ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങിപ്പോയത് എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴാണ് തന്റെ ഫോൺ അവിടെ ഇല്ല എന്ന കാര്യം സച്ചി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വീടാകെ ബഹളമായി. സച്ചിയുടെ ഫോൺ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. പക്ഷേ ആ ഒരു കളി മാറിയത് ചന്ദ്രമതി ചായയുമായി വന്നപ്പോഴാണ്. ശ്രുതി, നീ ഇന്നലെ രാത്രി സച്ചിയുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ചന്ദ്രമതിയുടെ ആ ഒരൊറ്റ ഡയലോഗിലൂടെ തന്നെ ശ്രുതിയുടെ കിളി പോയി. ചന്ദ്രമതിക്ക് ശ്രുതിയോട് വലിയ സ്നേഹമാണെങ്കിലും രേവതിയെ തളർത്താൻ കിട്ടുന്ന ഒരവസരവും അവർ വിടാറില്ല. പക്ഷേ ഇത്തവണ കള്ളം പിടിക്കപ്പെട്ടത് ശ്രുതിയായിരുന്നു. രേവതിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. അവൾ ശാന്തമായി ശ്രുതിയുടെ മുറിയിലേക്ക് നടന്നു. മറ്റുള്ളവരും പിന്നാലെ നടന്നു. ശ്രുതിയുടെ അൽമാർക്ക് മുകളിൽ നിന്നും സച്ചിയുടെ ഫോൺ രേവതി കണ്ടെത്തുമ്പോൾ ശ്രുതിയുടെ മുഖമാകെ വിളറി വെളുത്തു. എടി, നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് രവീന്ദ്രൻ ഗർജിച്ചു. ശ്രുതിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. രേവതി ഫോൺ സച്ചിക്ക് നൽകി. സച്ചിയേട്ടാ, അവൾക്ക് വേണ്ട എന്തോ തെളിവ് ഇതിലുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ഈ ഫോൺ മോഷ്ടിച്ചത്. സച്ചി ഫോൺ തുറന്നു നോക്കിയപ്പോൾ ശ്രുതി ആകെ തകർന്നു പോയി. ഒരു പക്ഷേ ശരത്തുമായി ബന്ധപ്പെട്ട ആ ഒരു തെളിവ് എങ്ങനെയും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രുതി തന്റെ ഫോൺ മോഷ്ടിക്കുന്നത് എന്ന കാര്യം സച്ചിക്ക് മനസ്സിലായി. രേവതിയുടെ തകർച്ച മാത്രമായിരിക്കും ശ്രുതി ചിന്തിക്കുന്നത്. രേവതിയുടെ ജീവിതം തന്നെ തകർക്കാൻ നോക്കിയ പാപി എന്ന മുദ്ര ശ്രുതിക്ക് മേൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ വർഷയും രേവതിയും കൈകോർത്ത് ശ്രുതിയെ ഈ വീട്ടിൽ നിന്നും എങ്ങനെ പുറത്താക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ഇതിനിടയിൽ ചന്ദ്രമതിയുടെ പുതിയ അടവുകൾ എന്തായിരിക്കും? ആ പൂക്കിട്ടുന്നവൾ എന്ന് താൻ വിളിക്കുന്ന രേവതിക്ക് മുന്നിൽ ചന്ദ്രമതിക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.